കഴിഞ്ഞ 3 ദിവസങ്ങളായി വയനാട്ടിലെ CPM ജില്ലാ സമ്മേളനം കൂടി ഇന്ന് സമാപിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, 3 ദിവസത്തെ സമ്മേളനത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. അങ്ങനെ സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോൾ പുതിയ നേതൃത്വം കൂടിയാണ് CPM ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? 3 ദിവസങ്ങളിലായി നടന്നു വന്ന CPM ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനമാവുകയാണ്. സമ്മേളനത്തിൽ 1.25 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചുവപ്പ് സേന മാർച്ചോട് കൂടിയായിരുന്നു വയനാട്ടിലെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം ഇപ്പോൾ നടക്കുന്നത്. ചുവപ്പ് സേന മാർച്ചും ബഹുജന മാർച്ചും ഉൾപ്പെടെ ഇപ്പോൾ പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ സീതാറാം യെച്ചൂരി നഗർ ബത്തേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ബത്തേരിയെ ചെങ്കടലാക്കിയാണ് ഈ വിധത്തിൽ 1.25 ലക്ഷം പേർ പങ്കെടുക്കുന്ന ബഹുജന പ്രകടനം ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനും ബഹുജന പങ്കാളിത്തത്തോടെ ജില്ലയുടെ അവകാശത്തിനും വികസനത്തിനുമായി പോരാടാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാണ് സമ്മേളനം അല്പസമയം മുൻപ് PA മുഹമ്മദ് നഗറിൽ സമാപിച്ചത്. പുതിയ ജില്ലാ സെക്രട്ടറിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. K റഫീഖ് നേരത്തെ CPM ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ വിവിധ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന പശ്ചാത്തലമുള്ള K റഫീഖിനെയാണ് സമ്മേളനം ഐകകണ്ഠേന ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ അല്ലെങ്കിൽ ദുരന്തം പിന്നിട്ട ശേഷം നടക്കുന്ന ഒരു അതിജീവന കാലത്താണ് ഈ സമ്മേളനം എന്നുള്ളതാണ്. ആ കാലയളവിൽ ഉൾപ്പെടെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമെല്ലാം സമാനതകളില്ലാത്ത മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ യൂത്ത് ബ്രിഗേഡിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് K റഫീഖ് എന്ന പ്രത്യേകത കൂടി പുതിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ എത്തുമ്പോൾ പശ്ചാത്തലമായുണ്ട്. ഏതായാലും വയനാട് ജില്ലാ സമ്മേളന യുഗത്തിൽ അവസാനിക്കുകയാണ്. വയനാട്ടിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അപഗ്രഥിച്ചുമാണ് സമ്മേളനം പൂർത്തിയാവുന്നത്. ദേശീയപാതയിലെ യാത്രയാത്രാ നിരോധനം, ചുരം ബദൽപാത, ആദിവാസി ഭൂപ്രശ്നം, തോട്ടം തൊഴിലാളികളുടെ ഭവന നിർമ്മാണം, കാർഷിക ക്ഷീരമേഖലകളിലെ പ്രതിസന്ധി, അതോടൊപ്പം വന്യമൃഗ ശല്യം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പുനരധിവാസം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ സമ്മേളനം പ്രമേയങ്ങൾ പാസാക്കി ചർച്ചകൾ ഒക്കെയാണ് ഈ സമ്മേളനത്തിന്റെ 3 ദിവസങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പൊതുചർച്ചയുമുള്ള മറുപടി നടന്നു. മേൽക്കമ്മിറ്റി അംഗങ്ങൾ മറുപടിയിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ മറുപടി നൽകുകയും എല്ലാം ഉണ്ടായി. ഏതായാലും പുതിയ ജില്ലാ സമ്മേളനം പുതിയ 27 അംഗ ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. അതോടൊപ്പം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധികളെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. 5 പുതുമുഖങ്ങളാണ് 27 അംഗ ജില്ലാ കമ്മിറ്റിയിൽ. വയനാട്ടിൽ ഇപ്പോൾ 5 പേർ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആണ് 27 അംഗ ജില്ലാ കമ്മിറ്റിയായി പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം, EP ജയരാജൻ, PK ശ്രീമതി, P സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PK ബിജു എന്നിവരെല്ലാം സമ്മേളനത്തിൽ ഈ 3 ദിവസങ്ങളിൽ വയനാട്ടിൽ പങ്കെടുത്തു. സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഇപ്പോൾ പൊതുസമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ പ്രകടനം അതോടൊപ്പം ചുവപ്പ് സേന പരേഡാണ് ഇപ്പോൾ ബത്തേരി നഗരത്തിൽ നടക്കുന്നത് സമ്മേളനത്തിനനുബന്ധമായി. ശരി, അനൂപാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.